മണി വലിയൊരു ഫാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഓക്കെ, ആരെയാണ് വിളിക്കേണ്ടത്? വിവേകേട്ടാ, എനിക്കൊരു പാട്ടിൽ നിന്ന് തുടങ്ങിയാൽ കൊള്ളാന്നൊരു ആഗ്രഹം. നിങ്ങൾ എന്ത് പറയുന്നു? പാട്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സിംഗേഴ്സ് ഇല്ലേ ഇവിടെ? ദാസേട്ടന്റെ പാട്ടിൽ നിന്ന് തുടങ്ങാം. ദാസേട്ടന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അഭിനന്ദ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ദാസേട്ടന്റെ ഫാനായ അഭിനന്ദ്. അഭിനന്ദ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ടല്ലോ. പെർഫോമൻസ് ഏകദേശം ഡ്രസ്സിങ്ങിലൊക്കെ അറിയുന്നുണ്ട് അല്ലേ? അഭിനന്ദ് നല്ല ഭംഗിയായിട്ട് മുണ്ടെടുത്തിട്ടുണ്ട്. ടാലന്റ് വേണം. അതാ അത്രേ ഉള്ളൂ. അതാണ് നമ്മളെ പോലുള്ളവർക്കുള്ള ആ സംഭവം. ഇവര് നോക്കി പറയൂ. അതല്ല, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഒന്ന് ഭയങ്കര സൈലന്റ് ആയിരുന്നു അല്ലേ? വളരെ സൈലന്റ് ആയിട്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങോട്ട് ഞാൻ വന്ന് നിന്ന സമയത്ത് ഞാൻ നോക്കുമായിരുന്നു. പറയാൻ നിൽക്കണം, ഞാൻ വന്നതിന്റെ ഗുണമാണ് ആണല്ലേ? കൊള്ളാം. അങ്ങനെ നമ്മൾ മിണ്ടാത്ത കുട്ടിയെ കൊണ്ട് പറഞ്ഞിട്ട് കയറ്റിയതാ ഞാൻ. ശരി, ഗുഡ് ട്രെയിനിങ്. കണ്ടിന്യൂ. നമ്മുടെ 2-3 ഫാൻസിന് ഇത് ആവശ്യമുണ്ട് ഈ ട്രെയിനിങ് കേട്ടോ. കണ്ടിന്യൂ. ഏത് പാട്ടാ പാടാൻ പോകുന്ന അഭിനന്ദ്? മന്നൻ എന്ന സിനിമയിൽ ഇളയരാജ സാർ മ്യൂസിക് ചെയ്ത് ദാസേട്ടൻ പാടിയ അമ്മ എന്തഴക്കാതെ എന്ന. എന്തുകൊണ്ടാണ് ഈ പാട്ട് ചൂസ് ചെയ്തത് അഭിനന്ദ്? ആദ്യത്തെ സീൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ തീമും കൂടെ നല്ല ഇഷ്ടമായി. അയ്യോടാ, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക് ഈ പാട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടും. ഓൾ ദി ബെസ്റ്റ് അഭിനന്ദ്. അടിപൊളി പാടാം. ഓക്കെ. അമ്മ എന്തഴക്കാതെ
താങ്ക് യു. അഭിനന്ദ് അടിപൊളിയായിരുന്നു. നമുക്ക് നമ്മുടെ ചേട്ടൻ ചേച്ചിമാരെ ചോദിക്കാം. ആയിരുന്നു തുടങ്ങണം? വിവേകേട്ടൻ. മോന്റെ പാട്ട് വേണമെന്ന് ആഗ്രഹിച്ചു വിവേകേട്ടനായതുകൊണ്ടാണോ? ഓക്കെ വിവേകേട്ടാ. വളരെ മനോഹരമായിട്ട് പാടി, വളരെ വളരെ നന്നായിട്ട് പാടി. കാരണം എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് തുടങ്ങി അവസാനിക്കുന്ന വരെ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ അമ്മാവെ വണങ്ങാതെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊഴുത് പാടുന്ന പോലത്തെ ഒരു ഫീലിംഗ്. അത് ശരിക്കും അർത്ഥമൊക്കെ കറക്റ്റ് മനസ്സിലാക്കി തന്നെയാണ് പാടിയത്. ആണോ? കുറച്ചൊക്കെ മനസ്സിലായി. ആ പാട്ടിൻ്റെ ഫീലോട് കൂടി തന്നെ പാടി ശരിക്കും അതൊരു എന്താ പറയുക മോൻ്റെ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെ അതുപോലെ തന്നെയായി അത് പാട്ട്. മാത്രമല്ല എനിക്ക് ഏറ്റവും പഴയ കാലങ്ങളിലുള്ള ഓർമ്മയിലോട്ടൊക്കെ പോയതുപോലെ തോന്നി. ഞാനും ഈ മോൻ്റെ പ്രായം എനിക്ക് പെട്ടെന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോൻ്റെ പ്രായ സമയം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഇഞ്ചുറി വന്ന് ഞാനൊരു 2-2.5 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ വിട്ട് മാറാതെ നമ്മളെ കൂടെ ഇരുന്ന്, കാരണം നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എല്ലാത്തിനും നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ചോറ് അപ്പം കഴിക്കുന്നൊരു കുഴപ്പമില്ല, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ചോറും ആഹാരമൊക്കെ വാരിത്തന്ന് നമ്മുടെ കൂടെ ഇരുന്ന് എന്താ പറയുക, നമ്മൾ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും നമ്മളെ കൂടെ വന്ന് നിന്ന് അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ ശരിക്കും ആ പാട്ടിലുള്ള വാക്കിലുണ്ട്. അത് ശരിക്കും അമ്മയല്ലാതെ വേറെ ആർക്കും പറ്റില്ല അങ്ങനെ ഒരു. അതുപോലെ മോൻ പറഞ്ഞ പോലെ മോൻ്റെ ഡെഡിക്കേഷൻ മോൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ആയിക്കോട്ടെ. അതുപോലെ ഞാൻ എൻ്റെ അമ്മ ഈ സമയത്ത് ഞാൻ ഓർക്കുവാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു പാട്ട് ഈ അവസരത്തിൽ പാടിയതും ഈ ഒരു പാട്ട് തന്നെ പാടിയതും. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സോങ് ആണത്. ശരിക്കും ഭയങ്കരമായിട്ട് എന്നെ വേറെ ഏതോ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടത് വളരെ നന്നായിട്ട് പാടി. ചേച്ചി എന്താ പറയണ്ടേ, ഒത്തിരി ഇഷ്ടപ്പെട്ടു മോനെ. ദാസേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാടുന്നതിൽ ഭയങ്കരമായ ഒരു സമാധാനമുണ്ട് പാടുമ്പോൾ. ആ ഒരു ക്വാളിറ്റി മോൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു. ത്രൂ ഔട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് പാടി മോൻ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫീൽ ശരിക്കും മോൻ കൺവേ ചെയ്തു. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും പ്രഷ്യസ് മൊമെൻറ്റ്സ് ഒക്കെ ഓർത്തെടുക്കാൻ പറ്റി. കീപ് ഇറ്റ് അപ്പ് അഭിനന്ദ്, വെരി ഗുഡ്. എല്ലാ ടൈമും അഭിനന്ദ് വന്നിട്ട് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഈ സ്റ്റേജ് വിട്ട് പോകുന്നത്. സോ കണ്ടിന്യൂ ദാറ്റ് വർക്ക്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അമ്മു, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞങ്ങളെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തു. അഭിനന്ദ് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ നല്ല നല്ല സോങ്സ് എടുത്തിട്ടാണ് വരിക. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിവേകേട്ടനും ചേച്ചിയും പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സ്വന്തം അമ്മേനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ത്രൂ ഔട്ട് ദ സോങ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇനിയുള്ള റൗണ്ട്സിൽ ഇതേപോലെ നല്ല സോങ്സ് ആയിട്ട് വരാം. ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ ഭയങ്കര നല്ല മനസ്സുള്ള ആളാട്ടോ നമ്മുടെ അഭിനന്ദ്. അത് ഞാൻ ഇന്നലെ അറിഞ്ഞേ. അതെങ്ങനെ മനസ്സിലായി? അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനന്ദിന്റെ അമ്മ പറയും. മോനിങ്ങനെ പിന്നെ പ്രോഗ്രാമിലൊക്കെ കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയ മോനത് സന്തോഷമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കില്ല. വേറെ കുട്ടികളുടെ മുന്നിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് ഫസ്റ്റാന്നൊക്കെ പറയണം അവനൊരു വിഷമമാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ പറയുമെന്ന് മറ്റേ കുട്ടികൾക്ക് വിഷമാവും. അവർക്ക് ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട് അവരെ മുന്നിലേക്ക് ഇങ്ങനെ പൊക്കി പറയാൻ പറ്റില്ല. ആ ഒരു വലിയ മനസ്സിന് ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ എന്തുണ്ടെങ്കിലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് അവരുടെ പേരൻസിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. സോ അഭിനന്ദൻ ഇത്രയും നല്ലൊരു ആറ്റിറ്റ്യൂഡ്, ലേശം പോലും ഒരു തലഖനമില്ല, അത്രയും ഒരു പൊളൈറ്റ് ആൻഡ് ഹംബിൾ നേച്ചർ വരണമെങ്കിൽ ഡെഫിനറ്റ്ലി മോൻ്റെ പേരൻസിനെ തന്നെയാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. യു ബോത്ത് ഹാവ് ഡൺ എ വെരി ഗ്രേറ്റ് ജോബ്. ഇങ്ങനെ വേണം കുട്ടികളെ വളർത്താൻ എന്ന് വേണം ഈ അവസരത്തിൽ പറയാൻ. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഹാറ്റ്സ് ഓഫ് അഭിനന്ദൻ. ഇന്നൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിലെ എല്ലാവർക്കും, പിന്നെ എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ ഫ്രണ്ട്സിനും, പിന്നെ എനിക്ക് പാട്ട് പഠിപ്പിച്ച് തന്ന എല്ലാ ടീച്ചേഴ്സിനും ഒരു ഹായ് കൊടുക്കണം. എല്ലാവർക്കും വലിയൊരു ഹായ്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത എപ്പിസോഡിലും അടുത്ത റൗണ്ടിലും ഇതിലും ഗംഭീര പെർഫോമൻസ് ആയിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. വാട്ട് ആൻ ആറ്റിറ്റ്യൂഡ്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തെറ്റിദ്ധരിച്ചു. സൂപ്പർ. ഇങ്ങനെ സ്മാർട്ട് ആയിട്ട് എനിക്ക് വയ്യ. അഭിനന്ദൻ അങ്ങ് ആള് മാറി ലെവലായി പോയി. ഞാൻ ഇതിനെ പഠിപ്പിച്ച് സംസാരിക്കാൻ എന്നിട്ട് ഇവൻ എന്നെ തന്നെ. അഭിനന്ദൻ കിടിലം. കലകി. സന്തോഷമായി. നന്നായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്ക്
എനിക്ക് എന്ത് പറയണമെന്ന് സോ ഡിസ്റ്റർബ്. ഞാൻ എൻ്റെ അമ്മയാണ് ആലോചിച്ചോണ്ടിരുന്ന ലാസ്റ്റൊക്കെ. ഇത് കണ്ടിട്ട് സിനിമയൊക്കെ കണ്ണു നിറഞ്ഞു പോയി. വെൽക്കം ബാക്ക് ടു ഇമ്മിണി വലിയൊരു ഫാൻ. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് ഫാനെ സ്വാഗതം ചെയ്യാം. ആര്യ. അയ്യോ മക്കളെ ഇത് എന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെന്താ ഈ ഡ്രസ്? എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴേ അവിടെ നടന്നു കണ്ടപ്പോൾ ഞാൻ ശിശ കറുത്ത പക്ഷികളുടെ റീമിക്സ് എങ്ങാനോടോ ചെയ്യാൻ കറക്റ്റ് എൻ്റെ ഒരു ചെറിയ വേർഷൻ ഞാൻ കണ്ടു. സത്യം അത് ശരിയാണ്, അത് എനിക്ക് തോന്നി. എനിക്ക് സത്യം നടന്നത് പോകും ഈശ്വര പിന്നെയും കരിയെന്ന് വിചാരിച്ചു. ത്രോ ബാക്ക്. എന്താ ശരിക്കും മോളെ ഈ ഒരു കോസ്റ്റ്യൂമിന്റെ പിന്നിൽ എന്താണ് പെർഫോം ചെയ്യാൻ പോണേ? അത് പിച്ചക്കാരിയായിട്ടാണ് വേഷം. അമ്മക്ക് വയ്യ, ചേട്ടന് കണ്ണും കണ്ടുകൂടാ, അതാണ് ചെയ്യണത് ഇവിടെ. ബാക്കിയെല്ലാം ആക്ടിലൂടെ കൺവേ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഏത് പാട്ടാ മോള്? എങ്കേനത് കവിത. എന്തായാലും നന്നായിട്ട് ഓൾ ദി ബെസ്റ്റ്. അപ്പോ അടിപൊളി പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഒന്നും പറയുന്നില്ല. എനിക്ക് ആര്യയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഇവിടെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ചേട്ടനും ചേച്ചിമാരുടെ ചോദിക്കാം. അമ്മു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനൊരു തീം. എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. എനിക്ക് ഒരുപാട് ആ ഒരു പെയിൻ നമുക്ക് എല്ലാവർക്കും നല്ലോണം ഫീൽ ചെയ്തു. ഐ കുഡ് റിയലി കണക്ട് ടു ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കൊറിയോഗ്രാഫി ബ്രില്യൻറ്റ്, സൂപ്പർ, ഒന്നും പറയില്ല. ജസ്റ്റ് ലവ് യുവർ പെർഫോമൻസ്. അമ്മ, ചേട്ടൻ, സൂപ്പർ. ഐ റിയലി ലവ് ഇറ്റ്. വിവേകേട്ടാ, നീ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പെർഫോമൻസ് എക്സലൻറ്റ്, ഒന്നും പറയാനില്ല. ഭയങ്കര നന്നായിരുന്നു. ഇപ്പം ശരിക്കും നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതും നിങ്ങൾ കുറച്ച് നമ്മുടെ മുമ്പിൽ എല്ലാവരും ഭയങ്കരമായിട്ട് മറ്റേ ഒരു ആക്ട് ചെയ്ത് കാണിച്ചു എന്നുള്ളത് ഈ ഒരു പാട്ട് വഴി എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് എന്ത് പറയണമെന്ന് എന്തൊക്കെ പോയിന്റ്സാ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ എല്ലാവരും ദ ബോയ്സ് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഒരുപാട് നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു. കീപ്പ് ഇറ്റ് അപ്പ്. ഇങ്ങനത്തെ ഒരു ആക്ട് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ ആദ്യമായിട്ടാണ്. അത് ആര്യയുടെ ഇതുവരെയ്ക്കും കളർഫുൾ പെർഫോമൻസസ് മാത്രം കണ്ട് പെട്ടെന്നത് കണ്ടപ്പം എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു ആക്ട് ഈ ഒരു ഫ്ലോറിൽ കൊണ്ടുവന്നതിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേന്നേ അറിയില്ല. എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് എൻ്റെ ശരീരമൊക്കെ വേദന എടുത്തു. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് എനിക്ക് തോന്നി. ആകെ ഡിസ്റ്റർബ്ഡായി. അമ്മ പറഞ്ഞ പോലെ ഈ ഒരു ആക്ട് കണ്ടിട്ട് ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആയതുപോലെ തോന്നി. ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് മറ്റേ കൊറിയോഗ്രാഫിയുടെ ബ്രില്യൻസിനൊക്കെ കുറിച്ച് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ കാട്ടിൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. ഒക്കെ മാറ്റി വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറിയോഗ്രാഫി അത്രയും കിടിലമായിരുന്നു. കൊറിയോഗ്രാഫി എന്ന് വെച്ചാൽ ആ ഒരു വയലൻസിൻ്റെ ആ ഒരു നിങ്ങളുടെ ഡാൻസ് സ്റ്റെപ്സിലൂടെയും ആ ഒരു കുറേ ആക്ട്സിലൂടെ നിങ്ങളത് ഫലിപ്പിച്ച് കാണിച്ചു തന്നു. കൊറിയോഗ്രാഫറിൻ്റെ ആ ഒരു കൺസീവ് ചെയ്തിരിക്കുന്ന ബ്രില്യൻസാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. ഫസ്റ്റ് അത് ഈ ഒരു സോങ് ആക്ച്വലി ഒരു ലോസ്റ്റ് ലവ് ആണ് അതിനകത്ത് നമുക്ക് ഫീൽ ഉള്ളത്. ആ ഒരു സോങ്ങിൽ ഇങ്ങനൊരു തീം കൊണ്ടുവന്ന ആ ഒരു ക്രിയേറ്റിവിറ്റി ഫസ്റ്റ്. പിന്നെ അതിൽ നിങ്ങളെല്ലാവരും ഓരോരുത്തരും അവരവരുടെ പാട്ട് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയല്ലത്, അമ്മ, ചേട്ടൻ, ഒന്നും പറയാനില്ല. അത്രയും ഓസം പെർഫോമൻസ് ആയിരുന്നു നിങ്ങളെല്ലാവരും ഈ ഒരു ഫ്ലോറിൽ. ശരിക്കും പറഞ്ഞാൽ അമ്മമാര് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ആക്ട് ആദ്യമായിട്ടായിരിക്കും ഒരു അമ്മ എന്നുള്ള നിലയിൽ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് ചെറിയ സ്ക്രാച്ച് വേണം. അമ്മ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആൻഡ് അത്രയും വിഷമിച്ചു പോകും അമ്മ. അപ്പം എനിക്ക് ഒരു ആക്ട് ആണെങ്കിൽ പോലും അതാ ഈ കരഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് മനസ്സിലായി. ഒരു ആക്ട് ആണെങ്കിൽ പോലും അമ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ കൂടി വയ്യ മോളെക്കുറിച്ച് ഓർത്തിട്ട്. സോ എനിക്കറിയാവുന്ന ഈ ഒരു ഫ്ലോറിൽ വന്നിട്ടാണ് എനിക്കറിയുന്നത്. എന്നാൽ കൂടി എനിക്ക് ആര്യയെ ഇങ്ങനെ കുറേ ഇങ്ങനെ വലിച്ചെടുത്ത് ഇടുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റില്ല. എനിക്ക് ഭയങ്കര ദേഷ്യമോ വിഷമോ എന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി ഞാൻ. ആക്ട് നല്ലതായിരുന്നു ആര്യ. എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനറിയില്ല. ഓവറോൾ ബ്രില്യൻ്റ് ആയിരുന്നു. ആൻഡ് കൊറിയോഗ്രാഫറിനെ ഓഫ് കോഴ്സ് വിളിച്ചേ പറ്റുള്ളൂ സ്റ്റേജിൽ ഈ ഒരു പെർഫോമൻസിന്. വരൂ സാർ. അപ്പം എങ്ങനെയാണ് സാർ ഈ ഒരു സോങ്ങിന് ഇങ്ങനെ ഒരു ഐഡിയ എന്തായിരിക്കും സാറിനെ മോട്ടിവേറ്റ് ചെയ്തത്? ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ഇല്ല, ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇങ്ങനത്തെ തീം വെച്ചാണ് കൂടുതൽ ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ. എനിക്ക് ആരെയും ഒന്ന് ശരിക്കും വന്നൊന്ന് ഹഗ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഇത്രയും ആക്ട് കണ്ടിട്ട് എനിക്കിങ്ങനെ നിൽക്കാനേ തോന്നുന്നില്ല. നമ്മുടെ ഈ ഒരു ബാഡ് സൊസൈറ്റിയിൽ നിന്ന് ഇതുപോലെയുള്ള കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടട്ടെ, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ബ്രില്യൻറ്റ്. താങ്ക് യു സോ മച്ച്. ആര്യൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. സാർ, എന്ത് തോന്നി? എനിക്കിത് കണ്ടിട്ട് സിനിമയൊക്കെ കണ്ണു നിറഞ്ഞു പോയി. അത്ര വിഷമം വന്നു കണ്ടിട്ട്. ഇതൊന്നും പറയാനല്ല എനിക്ക്. നമ്മളെ മനസ്സ് കൊണ്ടുപോയിട്ടോ ആ സംഭവം. അതുപോലെ അമ്മയുടെ എന്തെങ്കിലും പേരോ അങ്ങനെ എന്തെങ്കിലും അമ്മയുടെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമല്ല. അപ്പം അമ്മയുടെ എന്തെങ്കിലും പേരോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയാണ് ആലോചിച്ചോണ്ടിരുന്നത് ലാസ്റ്റൊക്കെ. എനിക്കത് ആലോചിച്ചാൽ എനിക്കിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ മുറുകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ത്രോട്ടൊക്കെ ഇങ്ങനെ വല്ലാണ്ടായി. എനിക്ക്
ബ്രില്യന്റ് ആയിരുന്നു കേട്ടോ. എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു തുണിക്കടയിൽ പോണേന് എറണാകുളത്ത്. മോൻ എന്താ പഠിക്കുന്നത്? ഞാൻ 8th. പേരെന്താ? അരുൺ. അമ്മയ്ക്ക് എന്ത് തോന്നി? അമ്മ കണ്ടേ അവിടെ കിടന്നപ്പോ കണ്ടായിരുന്നോ പെർഫോമൻസ്? കണ്ടായിരുന്നോ? കാണാൻ പറ്റിയായിരുന്നോ? ഇല്ല, അമ്മ ഫുൾ കരയായിരുന്നു. അമ്മ റിയൽ ആയിട്ട് കരയായിരുന്നു. അമ്മയ്ക്ക് ആ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് മാറിയിട്ടില്ല. IBFന്റെ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സൈലൻസ്. എന്ത് പറയണമെന്ന് അറിയില്ല, ഭയങ്കരമായ ഒരു സൈലൻസ്. ബട്ട് ദാറ്റ് സൈലൻസ് ഇസ് ഗുഡ്. കുറേ ഇതേപോലെ ലൈഫ് സ്പോയിലായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈലൻസ് ആവാത്. എനിവേയ്സ്, ബ്രില്യൻറ്റ് ഐഡിയ, ബ്രില്യൻറ്റ് കോൺസെപ്റ്റ്, അത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ടീം ഇത്ര സ്ട്രോങ് ആയത് ഇവിടെ ഗ്രൂമറായ ബ്രീത്തേട്ടനാണ്. ബ്രീത്തേട്ടന് വലിയൊരു താങ്ക്സ്. നമ്മുടെ ചേട്ടനും ചേച്ചിമാരും ഓഡിയൻസും എല്ലാം സ്റ്റാൻഡിങ് ഒവേഷനാണ് ആര്യക്ക് തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ആര്യ? എനിക്കൊന്നും വേണ്ട. ആര്യ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ടു ദ ടീം. ഇതിലും നല്ല തകർപ്പൻ പെർഫോമൻസുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. Still then, this is Rimsha signing off from Imani വലിയൊരു ഫാൻ. Fashion partner for Vivek Gopan, Malavika Nair, Central Mall, Trivandrum. Accessories courtesy for Malavika Nair, Alfonsa.